രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ച നേരിടുന്നത് കേരളം പോലെ പ്രവാസി പണത്തെ ആശ്രയിച്ചു കഴിയുന്ന ഒരു സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു $90 90.94 രൂപ എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വിനിമയ നിരക്ക് എത്തിയതോടെ നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ വിവിധ തലങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രകടമാകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ വിയർപ്പൊഴുക്കുന്ന പ്രവാസികൾക്ക് ഇത് തങ്ങളുടെ അധ്വാനത്തിന് നാട്ടിൽ കൂടുതൽ മൂല്യം ലഭിക്കുന്ന ചാകര കാലമായി മാറുമ്പോൾ വിദേശത്തേക്ക് പണം അയക്കേണ്ടി വരുന്ന സാധാരണക്കാർക്ക് ഇത് കനത്ത പ്രഹരമായി മാറുകയാണ്. ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് വർദ്ധിക്കുന്നത് പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക ലാഭമാണ് നൽകുന്നത്. മാസത്തിന്റെ പകുതിയോളം ഇത്തരമൊരു വർധനവ് ഉണ്ടായത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവിനാണ് കാരണമായത്. ജനുവരി 19 കണക്കുകൾ പ്രകാരം ഗൾഫ് കറൻസിയുടെ നില ഇപ്രകാരമാണ്. UAE ദിർഹം ഒരു ദിർഹത്തിന് 24.70 രൂപ, സൗദി റിയാൽ ഒരു റിയാലിന് 24.25 രൂപ, കുവൈറ്റ് ദിനാർ 1000 കുവൈറ്റ് ദിനാർ നാട്ടിലേക്ക് അയച്ചാൽ ഏകദേശം 2,97,400 രൂപ വരെ ലഭിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ രൂപയുടെ മൂല്യത്തിൽ ഏകദേശം 3 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ചെറിയ തുകകൾ അയക്കുന്നവർക്ക് ഇത് വലിയ മാറ്റമായി തോന്നില്ലെങ്കിലും വീട് നിർമ്മാണം, കടം വീട്ടൽ, വസ്തു വാങ്ങൽ എന്നിവയ്ക്കായി വലിയ തുകകൾ അയക്കുന്ന പ്രവാസികൾക്ക് ലക്ഷങ്ങളുടെ ലാഭമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പലരും തങ്ങളുടെ സമ്പാദ്യം നാട്ടിലേക്ക് കൈമാറാൻ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. പ്രവാസ ലോകം ലാഭക്കണക്കുകൾ കൂട്ടുമ്പോൾ കേരളത്തിലെ ആയിരക്കണക്കിന് ഇടത്തരക്കാരായ രക്ഷിതാക്കൾ ആശങ്കയുടെ മുനമ്പിലാണ്. കേരളത്തിൽ നിന്ന് ഉപരിപഠനത്തിനായി UK, കാനഡ, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. രൂപയുടെ മൂല്യമിടിവ് ഈ രക്ഷിതാക്കളുടെ കുടുംബ ബഡ്ജറ്റുകളെ പൂർണ്ണമായും തകർക്കുന്നു. വിദേശ സർവകലാശാലകൾ അവരുടെ ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ നാട്ടിൽ നിന്നും വിസയ്ക്കായി അയക്കേണ്ടി വരുന്ന തുകയിൽ വൻ വർധനവുണ്ടായി. ഉദാഹരണത്തിന് 10,000 യൂറോ ഫീസ് നൽകേണ്ട സ്ഥാനത്ത് മുൻപ് നൽകിയിരുന്നതിനേക്കാൾ വലിയൊരു തുക ഇപ്പോൾ അധികം കണ്ടെത്തേണ്ടി വരുന്നു. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ബാങ്ക് ലോൺ എടുത്താണ് പഠനത്തിന് പോകുന്നത്. ലോൺ തുക അനുവദിക്കുമ്പോഴുള്ള രൂപയുടെ നിരക്കും ഇപ്പോൾ ഫീസ് അടയ്ക്കേണ്ടി വരുമ്പോഴുള്ള നിരക്കും തമ്മിലുള്ള വ്യത്യാസം രക്ഷിതാക്കൾക്ക് വലിയ ബാധ്യതയാകുന്നു. നിശ്ചിത ലോൺ തുക കൊണ്ട് ഫീസ് അടച്ചു തീർക്കാൻ കഴിയാത്ത അവസ്ഥ പലർക്കുമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന കുട്ടികളുടെ ഹോസ്റ്റൽ ഫീസ്, ഭക്ഷണം, യാത്ര എന്നിവയ്ക്കായി മാസാമാസം അയച്ചു നൽകുന്ന പണത്തിലും വർധനവ് വരുത്തേണ്ടി വരുന്നു. ഇത് രക്ഷിതാക്കളെ കടക്കണിയിലേക്ക് തള്ളിയിടുകയാണ്. പലരും വരും മാസങ്ങളിലേക്കുള്ള ഫീസ് ഇനിയും നിരക്ക് കൂടുമെന്ന ഭീതിയിൽ കടം വാങ്ങിയാണെങ്കിലും മുൻകൂട്ടി അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് വിനോദയാത്ര പ്ലാൻ ചെയ്ത മലയാളികളെയും ഈ മൂല്യം ഇടിവ് നേരിട്ട് ബാധിക്കുന്നു. ടൂർ പാക്കേജുകൾ ബുക്ക് ചെയ്തവർക്കും സ്വയം യാത്ര പ്ലാൻ ചെയ്തവർക്കും താമസത്തിനും ഭക്ഷണത്തിനും യാത്രാ ചെലവിനുമായി നിശ്ചയിച്ച ബഡ്ജറ്റിനേക്കാൾ 15 മുതൽ 20% അധിക തുക ചെലവഴിക്കേണ്ടി വരുന്നു. അന്താരാഷ്ട്ര വിമാന ടിക്കറ്റ് നിരക്കുകളിലും ഇതിന്റെ പ്രതിഫലനം കാണാം. വിദേശ കറൻസി ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തേണ്ടി വരുമ്പോൾ ഓരോ പൈസയും അധികമായി നൽകേണ്ടി വരുന്നത് ഇടത്തരക്കാരായ സഞ്ചാരികളെ തങ്ങളുടെ പ്ലാനുകളിൽ മാറ്റം വരുത്താൻ നിർബന്ധിതരാക്കുന്നു. രൂപയുടെ മൂല്യമിടിവ് കേവലം പ്രവാസികളെയോ വിദേശത്ത് പഠിക്കുന്നവരെയോ മാത്രമല്ല, നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും ബാധിക്കും. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്കെല്ലാം ഡോളറിൽ പണം നൽകേണ്ടതുണ്ട്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് വർദ്ധിക്കും. ഇത് പെട്രോൾ, ഡീസൽ വില വർധനവിന് കാരണമാവുകയും തദ്ദേശീയമായി സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വഴിതെളിക്കുകയും ചെയ്യും. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് യന്ത്ര സാമഗ്രികൾ എന്നിവയുടെ വില വർദ്ധിക്കും. വിദേശത്തു നിന്നുള്ള ഇറക്കുമതി ചെലവ് കൂടുന്നത് രാജ്യത്തെ പൊതുവായ വിലക്കയറ്റത്തിലേക്കും നയിക്കും. രൂപയുടെ മൂല്യം ഇനിയും ഇടിയുന്നത് തടയാൻ റിസർവ് ബാങ്ക് വിപണിയിൽ സജീവമായി ഇടപെടാറുണ്ട്. തങ്ങളുടെ പക്കലുള്ള വിദേശ നാണയ ശേഖരത്തിൽ നിന്ന് ഡോളർ വിപണിയിൽ വിറ്റഴിച്ചും റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്തിയും രൂപയെ സംരക്ഷിക്കാൻ RBI ശ്രമിക്കുന്നുണ്ടെങ്കിലും ആഗോള സാഹചര്യങ്ങൾ രൂപയ്ക്ക് തിരിച്ചടിയാവുകയാണ്. ചുരുക്കത്തിൽ രൂപയുടെ തകർച്ച കേരളത്തിലെ സാമ്പത്തിക രംഗത്തൊരു രണ്ടറ്റമുള്ള വാളാണ്. പ്രവാസി കുടുംബങ്ങൾക്ക് ഇത് അധിക വരുമാനം നൽകുന്ന ഒരു സന്ദർഭമാണെങ്കിൽ വിദേശ പഠനത്തിലും യാത്രകൾക്കും ആഗോള വിപണിയെ ആശ്രയിക്കുന്നവർക്കും ഇത് കനത്ത പ്രഹരമാണ്. ഒരു വശത്ത് ലാഭക്കണക്കുകൾ നിരത്തുമ്പോൾ മറുവശത്ത് കണ്ണീരോടെ ഫീസ് തുക സംഘടിപ്പിക്കുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാം. ആഗോള വിപണിയിലെ അസ്ഥിരത സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിലെ വലിയ ആശങ്കയാണ്. ഓരോ ബാങ്കും എക്സ്ചേഞ്ച് ഹൗസുകളും വ്യത്യസ്ത നിരക്കുകളായിരിക്കും നൽകുന്നത്. പണം അയക്കുന്നതിന് മുൻപ് വിവിധ മൊബൈൽ ആപ്പുകൾ വഴിയോ വെബ്സൈറ്റുകൾ വഴിയോ എവിടെയാണ് ഏറ്റവും ഉയർന്ന നിരക്ക് ലഭിക്കുന്നതെന്ന് പരിശോധിക്കുക. ചെറിയ പൈസയുടെ വ്യത്യാസം പോലും വലിയ തുകകൾ അയക്കുമ്പോൾ ആയിരങ്ങളുടെ ലാഭമുണ്ടാക്കും. ഉയർന്ന വിനിമയ നിരക്ക് നൽകുന്ന പല സ്ഥാപനങ്ങളും വലിയ തുക സർവീസ് ചാർജായി ഈടാക്കാറുണ്ട്. അതിനാൽ നിരക്കിനൊപ്പം തന്നെ ഹിഡൻ ചാർജുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ചില ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കുറഞ്ഞ നിരക്കിൽ പണം അയക്കാൻ സൗകര്യം ഒരുക്കാറുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്ന സമയങ്ങളിൽ പണം അയക്കുന്നത് ലാഭകരമാണ്. ഡോളറിനോ ഗൾഫ് കറൻസികൾക്കോ മൂല്യം കൂടുമ്പോൾ പണം അയക്കാൻ ശ്രദ്ധിക്കുക. ഇതിനായി കറൻസി അലേർട്ടുകൾ നൽകുന്ന ആപ്പുകൾ പ്രയോജനപ്പെടുത്താം. ചെറിയ തുകകളായി പലതവണ അയക്കുന്നതിനേക്കാൾ വലിയ തുകകൾ ഒന്നിച്ച് അയക്കുന്നത് സർവീസ് ചാർജ് ലഭിക്കാനും സഹായിക്കും. പല ബാങ്കുകളും വലിയ തുകകൾക്ക് മികച്ച നിരക്കുകൾ നൽകാറുമുണ്ട്. പരമ്പരാഗത ബാങ്ക് ട്രാൻസ്ഫറുകളെക്കാൾ വേഗത്തിലും ലാഭകരമായും പണം അയക്കാൻ ആധുനിക
ഫിൻടെക് ആപ്പുകൾ സഹായിക്കും. ഇവ പലപ്പോഴും ഉപയോക്താക്കൾക്കായി പ്രത്യേക പ്രൊമോ കോഡുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും നൽകാറുണ്ട്. ചുരുക്കത്തിൽ, തിരക്ക് പിടിച്ച പണം അയക്കാതെ വിപണി നിരീക്ഷിച്ചും നിരക്കുകൾ താരതമ്യം ചെയ്ത് പണം അയച്ചാൽ പ്രവാസികൾക്ക് തങ്ങളുടെ സമ്പാദ്യത്തിൽ വലിയൊരു വിഹിതം ലഭിക്കാനാകും.